എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ആമാശയത്തിനെ കുറിച്ച് നോക്കാം. ആമാശയത്തിൻ്റെ രോഗങ്ങൾ എല്ലാവരും അലട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. നമ്മുടെ ഫുഡ് കഴിക്കുമ്പോഴെല്ലാം ഗ്യാസ് ആയിട്ടോ പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ആമാശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹന പ്രക്രിയയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആമാശയം എന്ന് പറയുന്നത്. ഇതിനെ ബാധിക്കുന്ന ഒത്തിരി അസുഖങ്ങളുണ്ട്. ഗ്യാസ്ട്രൈറ്റിസ്, നമുക്ക് ഗ്യാസ് ഇങ്ങനെ വരുന്നതൊക്കെ ആമാശയമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റൊമക്ക് ഫ്ലൂ ഉണ്ട്, ആമാശയ ക്യാൻസർ ഉണ്ട്, ജേഡ് ഡിസീസ് ഉണ്ട്, പിന്നെ പെക്റ്റിക് അൾസർ ഉണ്ട്, കുടലിൽ പുണ്ണായിട്ട് ബൾബ് ടെസ്റ്റൊക്കെ നടത്തും നമ്മൾ, വയറ്റിൽ പുണ്ണ് എന്ന് പറഞ്ഞിട്ട് അത് കണ്ടെത്തുന്നതൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ പല അസുഖങ്ങളും നമ്മുടെ ശരീരത്തിന് ബാധിക്കുന്നുണ്ട്. നമ്മുടെ ആമാശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ ആകൃതിയിൽ, ഇംഗ്ലീഷ് അക്ഷരമാല ജെ ആകൃതിയിലുള്ളൊരു അവയവമാണ് ആമാശയം എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരാളെയും ഭക്ഷണത്തെ കഴിക്കുന്നതിനനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസം ഓരോരുത്തർക്കും ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ആമാശയത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരുന്നതാണ് ഛർദി, ഓക്കാനം, ഭക്ഷണം വിശപ്പില്ലാത്ത അവസ്ഥ, വയറുവേദന, അസഹ്യമായ വയറുവേദന, ചിലർക്ക് ഭക്ഷണം കഴിച്ചാൽ തന്നെ ഇങ്ങോട്ടേക്ക് വൊമിറ്റ് ചെയ്യുന്ന കാണാം. അപ്പോൾ ആമാശയത്തിൽ എത്തിയ ഭക്ഷണത്തിന് എന്തെങ്കിലും അവിടെയുള്ള പ്രോബ്ലം കൊണ്ടാണ് ആ വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകുന്നത്. പിന്നെ വയറിൻ്റെ ആ ഭാഗത്ത് പേശികൾ നശിച്ചു പോയിട്ട് അൾസർ പോലത്തെ, ചിലർക്ക് ക്യാൻസർ രൂപത്തിലേക്ക് വരുന്നത് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ഇത് പ്രകാരം, അക്യുപഞ്ചർ രീതി പ്രകാരം വയറെന്ന് പറഞ്ഞത് എർത്ത് എലമെൻറ്റിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും മധുരം കൂടുതൽ കഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയും. ഓവറായിട്ട് മധുരം കഴിക്കുന്നത് നമുക്ക് ഇഷ്ടംപോലെ സ്വീറ്റ്സൊക്കെ കിട്ടും. അപ്പോൾ അത് അമിതമായിട്ട് കഴിക്കുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വായിലിട്ടിട്ടാണ് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്നത്. അവിടുന്ന് ഉമിനീര് നമ്മുടെ ഭക്ഷണത്തിലേക്ക് ലയിക്കുന്നുണ്ട്. ഈ വായിൽ വെച്ചിട്ട് തന്നെ ഉമിനീരുമായിട്ട് ഭക്ഷണം കലർത്തുമ്പോൾ ഏറ്റവും നന്നായിട്ട് നമ്മളൊരു ഭക്ഷണത്തിനെ ആസ്വദിച്ചുകൊണ്ട്, അത് കണ്ട് ആസ്വദിച്ച് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പകുതി പ്രവർത്തനം അവിടുന്ന് പൂർത്തിയായി. പിന്നീട് അങ്ങ് താഴേക്ക് പോയി ആമാശയത്തിലേക്ക് എത്തുമ്പോൾ അവിടുന്ന് പല ദഹനരസങ്ങളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഭക്ഷണത്തിൻ്റെ വേറൊരു രൂപത്തിലേക്കാണ് പോകുന്നത്. ഈ സമയത്ത് നമ്മൾ ഏറ്റവും ചെയ്യുന്ന തെറ്റാണ് ഭക്ഷണത്തിന് കൂടെ വെള്ളം കുടിക്കുക എന്നുള്ളത്. ഭക്ഷണത്തിന് കൂടെ വെള്ളം കുടിക്കുമ്പോൾ ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ഡയല്യൂട്ടായി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആമാശയത്തിൻ്റെ പ്രവർത്തനത്തിന് തകരാറ് സംഭവിക്കുന്നത്. എപ്പോഴും വേണ്ടതെന്ന് വെച്ചാൽ ഈ വയറിൽ പ്രശ്നമുള്ളവർ അവരുടെ ഡയറ്റ് ഒന്ന് നോക്കുക. നിങ്ങൾ എന്ത് തരം ഫുഡാണ് കഴിക്കുന്നത്, അതെങ്ങനെയാണ് കഴിക്കുന്നത്, വെള്ളം കൂട്ടി കലർത്തിയാണോ കഴിക്കുന്നത്, ശരിക്കും ഒരു ഭക്ഷണം വായിൽ നിന്ന് ചവച്ചരച്ച് അതിൻ്റെ ആ ഡൈജഷൻ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ദാഹിക്കുന്ന സമയത്ത് മാത്രം പച്ചവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൻ്റെ കൂടെയുള്ള പാനീയങ്ങൾ കഴിക്കുന്നതും ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. അന്നേരം ഇത്തരം ബുദ്ധിമുട്ടുകൾ മാറുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ തന്നെ അതിനെ കണ്ട് ആസ്വദിച്ചിട്ട് ആ ഒരു നന്നായിട്ട് ചവച്ചരച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പലരും അങ്ങനെയല്ല, ടി വി കാണുമ്പോൾ ഒക്കെ പല ബേക്കറി ഐറ്റം ഇരുന്ന് കഴിക്കുന്നുണ്ടാവും, വെറുതെ നിൽക്കുമ്പോൾ ഭക്ഷണം എടുത്ത് കഴിക്കുന്നുണ്ട്. ശരിക്കും വേണ്ടതെന്നാൽ ഇത്തരം ബുദ്ധിമുട്ടുള്ളവർ, വയറ്റിൽ പ്രശ്നമുള്ളവർ, അതുപോലെ ഓക്കാനം, ഛർദി, ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര അസഹ്യമായ വേദന, ഇതൊക്കെ ഉള്ളവർ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ വിശപ്പ് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം ഭക്ഷണം കഴിക്കുക. അത് സമയത്തിനല്ല ഭക്ഷണം കഴിക്കണം, നന്നായി ചവച്ചരച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക. അതുപോലെ കൂടെ വെള്ളം കുടിക്കാതിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് വയറ്റിനുള്ള അവസ്ഥ സ്വാഭാവികമായി കുറയുന്നത് കാണാം. ചിലർക്ക് നെഞ്ചരിച്ചലാണ്, ചിലർക്ക് വയറ് പുകച്ചലായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇത് നിങ്ങളുടെ ജീവിത രീതി ഇത്തരത്തിലേക്ക് മാറ്റി ശരിയായ ഉറക്കം 9 മണിക്ക് ശേഷം ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഭക്ഷണം വിശന്നാൽ മാത്രം ചവച്ചരച്ച് കഴിച്ച് ആ വിശപ്പ് കഴിയുന്ന മാത്രയിൽ തന്നെ നിർത്തി പിന്നീട് നമ്മുടെ വെള്ളം ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കൊടുക്കുക. അതിൻ്റെ കൂടെ വെള്ളം കുടിക്കാതിരിക്കുക, അതിനെ ഡയലൂട്ട് ചെയ്യാതിരിക്കുക, ഭക്ഷണത്തിൻ്റെ ആ ചവച്ച അവസ്ഥേനെ ഡയലൂട്ട് ചെയ്യാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വയറിൽ വരുന്ന മിക്ക അസുഖങ്ങളും നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ചില മെഡിസിൻസ് നമുക്ക് കൂടുതലായി കഴിക്കുന്നത് വയറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്തരം മെഡിസിൻസുകൾ നമുക്ക് വേണ്ടതൊക്കെയാണ്. മെഡിസിൻ നിർത്തിയിട്ടുള്ള ചികിത്സ ഒരുപാടുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് പോയി മെഡിസിനൊക്കെ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക്
നിങ്ങളുടെ വയറിനെ സ്വാഭാവിക രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, വയറ് കാളിച്ചയൊക്കെ ഉണ്ടാവും. വയറ് കാളിച്ച നെഞ്ഞെരിച്ചിലെല്ലാം ഉണ്ടാകുമ്പം അവർ പറയുന്ന ഒരു അക്യുപഞ്ചറിസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ കാണിക്കുന്നത് അവർ പറയുന്ന രീതിയിൽ ആ മെഡിസിൻസ് ഒക്കെ നിർത്തി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മരുന്നും കഴിക്കാതെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടി പറ്റും. വയറിലുണ്ടാകുന്ന അസുഖം അമിതമായ മധുരം അല്ലെങ്കിൽ പുളിയൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും. അതിന് പകരം വിശന്ന് കഴിക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ ആവശ്യമുള്ളൂ. അതിൽ മധുരമാണോ പുളിയായാലും നമുക്കത് ദഹിച്ച് ശരീരത്തിന് വേണ്ടുന്നതാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ശരീരത്തിന് പറ്റും. പക്ഷെ നമ്മൾ നേരെ നേരെ കൊടുക്കുമ്പോൾ ഈ വയറ്റിലുള്ള ഫുഡ് പൂർണ്ണമായി ദഹിച്ച് പോകുന്നില്ല. അപ്പോൾ പിന്നെയും പിന്നെയും നമുക്ക് അവിടെ വേസ്റ്റ് കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുളിച്ച് തികട്ടൽ പോലെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നത്. അത് പുറത്തേക്ക് പോകുന്നു, അവിടെ ഒരു ഇത് വരുന്നില്ല. ഇനിയിപ്പോൾ വയറ്റിൽ പുണ്ണുണ്ടെങ്കിൽ അത് ഉണങ്ങേണ്ട ഒരു അവസ്ഥയില്ല. ആ ടൈമിലൊക്കെ നമുക്ക് വിശപ്പ് തീരെ ഉണ്ടാവില്ല. അപ്പം നമ്മൾ വിശക്കുന്ന ആ ഭക്ഷണം നോക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ വിശപ്പ് നോക്കി ആഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രശ്നം മാറുന്നത് കാണാൻ വേണ്ടി പറ്റും. ആ ശരീരത്തിനൊരു ടൈം പ്രിപ്പയറിങ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന കുടലിൻ്റെ പുണ്ണോ അത് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞ് നമുക്ക് ശരിയായ രീതിയിലൊരു ഭക്ഷണം കഴിച്ച് ശരിയായ വിശപ്പ് വന്ന് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി പറ്റും. എന്ത് അസുഖം ഉണ്ടെങ്കിൽ വൈറസ് സംബന്ധമായിട്ട് അക്യുപഞ്ചറിൻ്റെ ചികിത്സ തേടിക്കൊണ്ട് അവർ പറയുന്ന കാര്യം പൂർണ്ണമായിട്ട് അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ലാതെ ഇത്തരം രോഗങ്ങളിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.